നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ. ബീസ് പാരഡൈസിനെ ആ നിയമം അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഖുറാനിൽ വളരെ വ്യക്തമായി പറയുന്നു, മതത്തിൽ നിർബന്ധമില്ല. ഇസ്ലാം പഠിപ്പിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്നത് സമാധാനപരമായ ഒരു ക്ഷണമായിരിക്കണം, ഒരിക്കലും നിർബന്ധിക്കരുത്. ഇതാണ് ഇസ്ലാമിക വിധി. അല്ലാതെ നിങ്ങൾ നിർബന്ധിക്കുന്ന പോലെ ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്യരുത് എന്ന് നിർബന്ധിക്കാൻ പാടില്ല. ഹിജാബ് ഇടാനോ ഇടരുതെന്ന് പറയാനോ നിങ്ങൾ ആരും ആണ് ആ ഒരു ഹെൽമെറ്റ് നിങ്ങൾ ധരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഹിജാബ് ധരിച്ച പോലെ കാര്യം ആ ഹെൽമെറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഹിജാബിനാണ് എന്നുള്ളത് നിങ്ങൾ ആ ഒരു രീതിയിലാണല്ലോ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ്. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് ഒരു അന്യപുരുഷനല്ലേ? എനിക്ക് ഇത്താനോടാ ചോദിക്കാനുള്ളത്. എന്താ ആവശ്യമുണ്ടോ ബഞ്ചി ജമ്പിങ്ങിന്റെ ഇസ്ലാമില്? അതൊന്നോ ചോദിക്കട്ടെ. അതൊരു അന്യപുരുഷനല്ലേ? പുള്ളി ഇങ്ങനെ തൊട്ടും ഇതാക്കി നിൽക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ബഞ്ചി ജമ്പിങ് ചെയ്യണമെന്ന് ഏത് ഇസ്ലാമിലാ പറഞ്ഞിട്ടുള്ളത്? അതൊന്നും ഇട്ട വസ്ത്രം എന്താ? ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്താടെ ഡാൻസ് ആയതുകൊണ്ട്. ഇത്ത ഹിജാബ് ഇട്ട് തുള്ളുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണല്ലോ ഇത്ര വൈറലായത്. ഇത്തൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് ഇസ്ലാം എന്ന മതത്തെ എന്തിനാണ് ഇതിന് പിടിച്ചിടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇസ്ലാം എന്ന മതത്തിൽ ഒരു പെൺകുട്ടി ഒരിക്കലും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യില്ല. അവര് ഖുറാനും നിസ്കാരം നോമ്പ് സക്കാത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ലോകത്തായിരിക്കും അവര് ജീവിക്കുക. അല്ലാതെ ഇത്താന്റെ വാരി ഇൻസ്റ്റഗ്രാമിലല്ല അവര് വെറ്റ് കിടക്കുന്നത്. ഹിജാബ് ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ, എന്തിനാണ്? ദയവ് ചെയ്തിട്ട് ഒരു കാര്യം ചോദിക്കേണ്ട. നിങ്ങൾക്ക് വൈറലാവണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വല്ലതും പോയി ചെയ്യും. എന്തിനാ ഈ മതം വിളമ്പുന്നത്? നിങ്ങൾക്ക് അറിയാത്ത കാര്യം പറയണോ? ഇസ്ലാമിൽ വളരെ ഇസ്ലാമികപരമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇതുപോലെ ഇൻസ്റ്റഗ്രാം ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഹിജാബ് എന്തിനാ ധരിക്കണേ? ഹിജാബ് ധരിക്കുന്നത് റസൂൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹിജാബ് വസ്ത്രം ധരിക്കുക സ്ത്രീകളോടും അതുപോലെ പുരുഷന്മാരോടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വസ്ത്രം ധരിക്കുന്നവർ ആ രീതിയിൽ കിടന്ന് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്നതല്ല അവരുടെ ജോലി. നിങ്ങളുടെ കബറിലേക്കുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ, അത് നിങ്ങളെ ബാധിക്കുന്നില്ല. നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ റിലേറ്റീവ്സ്, അങ്ങനെ ആരെങ്കിലും ആണോ അവര്? അല്ല, നിങ്ങളുടെ ആ ഒരു ഹെൽമെറ്റ് നിങ്ങൾ ധരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഹിജാബ് ധരിച്ച പോലെ കാര്യം ആ ഹെൽമെറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഹിജാബിനാണ് എന്നുള്ളത് നിങ്ങൾ ആ ഒരു രീതിയിലാണല്ലോ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ആ ഹെൽമെറ്റ് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഹിജാബ് മാത്രം ധരിച്ചു കഴിഞ്ഞാൽ താഴെ പോയിട്ട് തലയിടിച്ച് കഴിഞ്ഞാല് സീനാവും. അതുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ ധരിച്ചത്. സ്ത്രീയെ നോക്കുന്നതിലും നല്ലത് നീ നിന്റെ സ്വന്തം തലയിൽ ഒരു സൂചി എടുത്തടിക്കാൻ അല്ലെങ്കിൽ ഒരു ആണി എടുത്തടിക്കാനാണ് റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മുഖത്തേക്ക് എത്ര തവണ ആളുകൾ നോക്കുന്നു, എത്ര പുരുഷന്മാർ നോക്കുന്നു നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ? നിങ്ങൾ എന്ത് ഇസ്ലാമാണ് പറയുന്നത്? നിങ്ങൾ എന്ത് മതമാണ് പറയുന്നത്? മതം അറിയാത്ത ആളുകൾ പോലും നിങ്ങളെ വിമർശിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ വീഡിയോ ഇടാൻ പാടില്ല എന്ന് പറയണം. അവർക്കുള്ള ബോധം പോലും നിങ്ങൾക്ക് ഇല്ലാതായിപ്പോയല്ലോ. വൈറലാവാൻ വേണ്ടി എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടിക്കോളൂ. പക്ഷെ ഇസ്ലാം എന്ന മതത്തെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. അത് വളരെ ശക്തമായിട്ട് തന്നെ പറയുകയാണ്. ഇതെന്റെ അഭിപ്രായമല്ല, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ പറയുന്നതും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമികപരമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, പുറം ലോകം കാണാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. വേറൊന്നും വേണ്ട. ഇസ്ലാം എന്ന മതം പുരുഷന്മാരുണ്ട്. അതുപോലെ അവർ ജീവിക്കുന്നതേ നിസ്കരിക്കാനും അതുപോലെ അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അവർ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നില്ല, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നില്ല. അവർക്ക് പരലോകം മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. അങ്ങനെ ജീവിക്കുന്ന ഒരു ജനവിഭാഗം, ഒരു സ്ത്രീകളുണ്ട്. അവർക്ക് ഇഹലോകത്തുള്ള യാതൊന്നിനോടും അവർക്ക് എന്തില്ല, ഇഷ്ടമില്ല. അവർക്ക് വൈറലാവുകയും വേണ്ട, അവർക്ക് ഇൻസ്റ്റഗ്രാം വേണ്ട, അവർക്ക് യൂട്യൂബ് വേണ്ട, അവർക്ക് യാതൊരു എന്റർടൈൻമെന്റ്സും വേണ്ട. അവർ ഇത്തരത്തിലുള്ള വീഡിയോസും കാണില്ല, ഇതിനൊന്നും പ്രതികരിക്കുകയില്ല. അവരവരുടെ ദീനും മുമ്പോട്ട് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് നല്ല സ്വഭാവമായിരിക്കും. ഒരു വ്യക്തിക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഇസ്ലാമിലാണെങ്കിലും ഒരു നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവ ശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് തന്നെ സ്വർഗത്തിൽ കയറാൻ പറ്റൂ. അല്ലാതെ ഇത്ത കണ്ടവരെ കയറിയാണ്ട് ഇതുപോലെ പറയുന്ന ഇത്തക്ക് ആരാണ് അധികാരം തന്നത്? ഇസ്ലാമിൽ ഏത് വ്യക്തിയാണ് അധികാരം തന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വന്ന് പറഞ്ഞോ നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്ന്? പറഞ്ഞോ? നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും കാണുമ്പോൾ നിങ്ങൾ ഇതുപോലെ പ്രതികരിക്കണമെന്ന് പറഞ്ഞോ? എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? മതം പഠിപ്പിക്കുമ്പോൾ ഭയക്കണം. അതുപോലെ തന്നെ മതത്തിനെ എന്ത് പറയുകയാണെങ്കിലും നമ്മൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി പറയരുത്. ഹിജാബ് ധരിക്കാതെ ഡാൻസ് ചെയ്യുമെന്ന് പറയാൻ നിങ്ങൾ ആരാണ് അവരുടെ? നിങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ആ കുട്ടി ആരാണ്? നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ കുട്ടി മാറത്തില്ലെന്നും കേൾക്കത്തില്ലെന്നും. ഇത് നാലാൾ അറിയാൻ വേണ്ടി വൈറലാകാൻ വേണ്ടി ചെയ്ത കണ്ടന്റ് ആണെന്നും
ഇവിടെ ജനങ്ങൾക്ക്, ബുദ്ധിയുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ ഓൾഡ് വീഡിയോ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് മതമാണ് പഠിപ്പിക്കേണ്ടതെങ്കിൽ അത് പഠിപ്പിക്കേണ്ട രീതിയും ഇങ്ങനെയല്ല, വസ്ത്രധാരണയും ഇതല്ല. ഇത് ആളുകളെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയുള്ള ഒരു വസ്ത്രധാരണയും വൈറലാകാൻ വേണ്ടിയിട്ടുള്ള വീഡിയോകളും അത് നിങ്ങൾ പിൻ ചെയ്ത് വെക്കുന്നുമുണ്ട്. അതിനർത്ഥം തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് കിട്ടിയതെല്ലാം പിൻ ചെയ്ത് വെക്കുന്നതിൻ്റെ അർത്ഥം പോലും അതാണ്. മതമല്ല നിങ്ങളുടെ വിഷയം എന്നുള്ളതും നിങ്ങൾ യഥാർത്ഥ മുസ്ലിം സ്ത്രീ അല്ല എന്നുള്ളതും ഇതിലൂടെ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു തരാം എന്താണ് മതം പറയുന്നതെന്ന്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നു, നിർബന്ധമില്ല, മതത്തിൽ നിർബന്ധമില്ല. ഇസ്ലാം പഠിപ്പിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്നത് സമാധാനപരമായ ഒരു ക്ഷണമായിരിക്കണം, ഒരിക്കലും നിർബന്ധിക്കരുത്. നിങ്ങൾ ആ കുട്ടിയെ നിർബന്ധിച്ചിരിക്കുകയാണ് എന്ത് ഹിജാബ് ഇല്ലാതെ ഡാൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. ജ്ഞാനവും ദയയും സതുപദേശവും ഉപയോഗിച്ച് പ്രസംഗിക്കണം. വളരെ ക്ഷമ വേണം, നല്ല സ്വഭാവമായിരിക്കണം, ഇതിനൊക്കെ മുൻഗണന കൊടുക്കണം. വളരെ സൗമ്യമായ പെരുമാറ്റമായിരിക്കണം, ആദരവോടെയുള്ള സംഭാഷണമായിരിക്കണം മറ്റ് മതവിഭാഗമുള്ളവരോടായിരിക്കുമ്പോൾ. ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്തത് എന്താണ്? വളരെ ഫോഴ്സ്ഫുള്ളിയാണ് പറയുന്നത് ഹിജാബ് ധരിക്കരുത്, ഹിജാബ് ഒരു കവചമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാഫിറൂന്റെ വചനങ്ങളാണിത്. നിങ്ങളുടെ മതം എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെത് നിങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ആരാധിക്കില്ല, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. നമ്മളെ റബ്ബ് പോലും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇതുപോലെ പബ്ലിക്കായിട്ട് വന്ന് പറയണമെന്ന്. അതും ഒരു സ്ത്രീ ഒരു 4 ചുമരുകൾക്കുള്ളിൽ വളരെ അതിനെ പറയാ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വസ്തുവായിട്ട് ജീവിക്കാനാ പറയുന്നത്. അവളുടെ ഹസ്ബൻഡിന് വേണ്ടി, അവരുടെ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ അങ്ങനെ ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനാ പറഞ്ഞത്. അല്ലാതെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇന്ന് വന്ന് പ്രസംഗിക്കാൻ ഏത് ഇസ്ലാമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഫോട്ടോഗ്രാഫി ഇസ്ലാമിൽ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, വീഡിയോഗ്രാഫി അലൗഡ് അല്ല, നോൺ മാറംസിന്റെ മുന്നിൽ ഇതുപോലെ ഫേസ് കാണിക്കുന്നത് അലൗഡ് അല്ല. നിങ്ങൾക്ക് പിന്നെ എന്ത് തേങ്ങയാണ് അറിയുന്നത് ഇസ്ലാമിനെ കുറിച്ച്? ആകെ ഒരു ഹിജാബാണോ അറിയുന്നത്? ഹിജാബ് ഇട്ട് എല്ലാവരും സ്വർഗത്തിൽ പോകും, അതറിയില്ലായിരുന്നു. എന്നാൽ പിന്നെ നിസ്കരിക്കും നോമ്പ് കൊടുക്കൊന്നും വേണ്ട, ഇനി ഹിജാബ് ഇട്ടിരുന്നാ പോരെ. ഇവർ വൈറലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് മാത്രമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇസ്ലാമിന്റെ യാതൊരു ചേഷ്ടകളോ മര്യാദയോ ഭാവങ്ങളോ സംസാരമോ ഇല്ല. ഒരു ഇസ്ലാമിന്റെ മുഖത്തൊരു തേജസ് ഉണ്ടായിരിക്കും. ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും ഇതുപോലെ റിബലായിരിക്കില്ല. ആളുകൾ ഇത്രയൊക്കെ വിമർശിച്ചിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല അവർ ഇസ്ലാമിന്റെ പാതയിലൂടെയല്ല എന്നുള്ളത്. അവർക്ക് തോന്നുന്ന പോലെ ജീവിക്കുന്നു, അതിന് ഇസ്ലാമിക വസ്ത്രം അവർ ധരിക്കുന്നു എന്ന് പറയുന്നു. ശുദ്ധ അസംബന്ധമാണ് അവർ പറയുന്നത്, ശുദ്ധ അസംബന്ധമാണ് അവർ കാട്ടുന്നു. ഇതും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ ഓക്കെ, ബൈ.